ലഞ്ച് ബോക്സ് സീരീസിലെ നമ്പർ 2 ഐറ്റം പൊട്ടാറ്റോ റൈസ്. സ്മെല്ല് കേട്ടാണ്ടല്ലോ അവിടെ വീഴും, അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ. ഇത് കൊണ്ടുപോയി തുടങ്ങിയ കുട്ടികൾ ഇത് തന്നെ വേണമെന്ന് പറയും. അത്രയ്ക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങളിത് എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്കും നല്ലൊരു ഐറ്റം ആവുന്നു കേട്ടോ. കാരണം കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഞാനിവിടെ നമ്മുടെ ബിരിയാണി റൈസാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ പൊട്ടാറ്റോയും ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. വല്ലാതെ ഒന്നല്ല, കുറച്ച്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടുങ്ങാട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ വെന്ത് നല്ല ഫ്രൈ ആയിട്ട് നല്ല സ്മെല്ലോട് കൂടിയിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. ഇതിനെ നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റാം. എന്നിട്ട് പാൻ മാറ്റണ്ട കേട്ടോ, അല്ലെങ്കിൽ കുറേ കഴുകാനുണ്ടാവും. ഈ പാനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ബിരിയാണി മസാലയാണ് കേട്ടോ. ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ മല്ലിപ്പൊടി ഒക്കെ ഇടുമല്ലോ, അതേപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ക്യാരറ്റും കുറച്ച് പച്ചമുളക് കൂടിയിട്ട് ഗ്രേറ്റ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട മാത്രം പൊട്ടിച്ചൊഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചിക്കി ഇതിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഫില്ലിങ് മീൻസ് അതിൻ്റെ മസാല എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പരത്തിയിടാം കേട്ടോ. നമ്മുടെ പാനിൽ പരത്തിയിട്ടിട്ട് ഇതിൻ്റെ മേലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ റൈസ് അങ്ങോട്ട് കൊട്ടിക്കൊടുക്കുക. നമ്മൾ ദം ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നല്ല ചൂടുള്ള റൈസാണല്ലോ, അപ്പോൾ അതങ്ങോട്ട് കൊട്ടിക്കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സാധാരണ ദമ്മിടുമ്പോൾ എന്തൊക്കെ ഇടും അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്തെന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ദം ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടല്ലോ മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.